നമ്മുടെ രേണു ചേച്ചി പിന്നെയും വന്നിട്ടുണ്ട് പൂങ്കണ്ണീര് ഒഴുക്കിക്കൊണ്ട്. ആദ്യം തന്നെ പറയട്ടെ, രേണുവിന്റെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ രേണുവിന് കുറച്ച് ഗ്ലിസറിൻ കൊടുക്കുക. കാരണം കണ്ണീരേ വരുന്നില്ല. ആദ്യം കുറച്ച് സമയം എന്തോ തേച്ച് കണ്ണീര് വരുന്നുണ്ട്, പിന്നെ കണ്ണീരേ വരുന്നില്ല. അപ്പൊ രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് തുടങ്ങാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്. ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന്. ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ, ഞാനും നല്ല ഒരാളാണ്. രേണു ഓക്കെ അല്ലേ? ഇനി തുടങ്ങാലോ. രേണു ഒരു കാര്യം മനസ്സിലാക്കണം. രേണു ആണ് ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടതുപോലും നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. രണ്ടാമതൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതൊരു സീരീസ് പോലെ പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വീണ്ടും നിങ്ങളാണ് കുഴിച്ച കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി ആര് ഫോട്ടോ എടുത്താലും, അതൊരു യൂട്യൂബർ പോയി ഫോട്ടോ എടുത്താലും, നിങ്ങളുടെ മകനെ വിളിച്ച് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ആദ്യം തന്നെ പരിശോധിക്കുക, കിച്ചു ഇട്ട വീഡിയോ 1 day ബിഫോർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് അവർ ആ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. നിങ്ങളാണ് ഈ പ്രശ്നത്തെ വഴിതിരിച്ച് വിടുന്നത്. കാര്യം നിങ്ങളിലേക്കല്ല, ആ വ്യക്തിയാണ് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം തന്നെ പരിശോധിക്കൂ നിങ്ങളുടെ മകൻ വീഡിയോ ഇട്ടത് ദിവസം. പിന്നെ നിങ്ങൾ ഇപ്പോഴും ദുബായിലാണ്, എന്തിനാ എടുത്തു പറയുന്നത്? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ. രേണു പറഞ്ഞല്ലോ രേണുവിന് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലെന്ന്. ആ കുട്ടിക്കും ആരോടും പരാതിയും പരിഭവവും ഇല്ല. അവൻ രേണുവിനെ ടാർഗറ്റ് ചെയ്തല്ല രേണു പറഞ്ഞിരിക്കുന്നത്. അവന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളാണ്, അവന്റെ ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ രേണുവിന്റെ കൂടെ വന്ന് ജീവിച്ച സമയം മുതലല്ല ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞത് അവന്റെ ആദ്യത്തെ അമ്മയെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ അവന്റെ പെറ്റമ്മയെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് അവന്റെ ലൈഫിലേക്ക് വന്ന അമ്മയെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെയാണ്. രേണു ഇപ്പൊ പറഞ്ഞല്ലോ രേണുവിന്റെ കുറ്റം കണ്ടുപിടിക്കാനാണ്. രേണുവിന്റെ കുറ്റമല്ല, രേണുവിന്റെ നിലപാടുകളെയാണ് എതിർക്കുന്നത്. രേണുവിനെ ഞങ്ങൾക്ക് ആർക്കും പേഴ്സണലി അറിയത്തില്ല. രേണു എന്ത് കാണിച്ചാലും അത് കുറ്റം എന്നല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും മണ്ടത്തരങ്ങളും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള മെസ്സേജും കൊടുക്കാത്തത് കൊണ്ട് അതിനെ വിമർശിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കുറ്റമായിട്ട് കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി രേണു പറഞ്ഞല്ലോ രേണുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. ഇനി തന്നെ രേണുവിന്റെ ഈ വീഡിയോയിൽ രേണു പറയുന്ന ഒരു കാര്യമുണ്ട്. സുധിച്ചേട്ടന് മുന്നേ, സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും, സുധിച്ചേട്ടൻ മരിച്ചപ്പോഴും ഒക്കെ, സുധിച്ചേട്ടൻ ഉള്ളതിന് മുന്നേ ഉള്ളത് നിങ്ങളുടെ വേറെ ലൈഫായിരിക്കും. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കാണും. സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതായിരിക്കും. ഇനി സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള ലൈഫ് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രം ഞങ്ങൾക്ക് കുറച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രയുടെ കൂടെ ഇരുന്ന് നിങ്ങളും പറഞ്ഞതാണ്, നിങ്ങൾക്ക് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള ഒരു ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് വയ്ക്കുകയോ, നിങ്ങൾ കഷ്ടപ്പെട്ട് വസ്തു വാങ്ങിക്കുകയോ, നിങ്ങൾ കഷ്ടപ്പെട്ട് ഒന്നും നേടിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാം സ്പോൺസറായിരുന്നു. അതുകൊണ്ട് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള ലൈഫ് പറയുവാണെങ്കിൽ, ലൈഫ് സ്റ്റോറിൽ പറയുകയാണെങ്കിൽ കുറച്ച് സൂക്ഷിച്ചോളൂ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഈ കുട്ടി നിങ്ങളെ വിളിച്ചു, ഈ പ്രശ്നമുള്ള ആൾ എന്നെ 2 ദിവസം മുന്നേ വിളിച്ചതാണ്, എന്നെ ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് സഹായിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ പേര് പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കിച്ചു എന്ന് പറയുന്നില്ല? നിങ്ങൾ അവിടെ ആ കുട്ടി, ആ പ്രശ്നം, ആ മൂല കാരണം എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ ആൾക്കാരുടെ തലയിലേക്ക് ഇടാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യൂട്യൂബർ നിങ്ങളും തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ കൈയടത്തുന്നില്ല, അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ട് ആ കിച്ചുവിനെ വിളിച്ചില്ല?
നിങ്ങൾ എന്തുകൊണ്ട് കിച്ചു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല? നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ കുറേ നല്ലവളാണ്, ഞാൻ അടിപൊളിയാണ്, ഞാൻ അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു, ഞാൻ പൂർണ്ണമായിട്ടും അമ്മയായിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനാണ് നോക്കുന്നത്. അവിടെ നിങ്ങൾ മറ്റൊരാളുടെ ഭാഗം നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ ആദ്യം ആ കിച്ചുവിൻ്റെ വീഡിയോ പോയി ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾ കിച്ചുവിനെ വിളിക്കുക. വേറെ ആര് നിങ്ങളെ വന്ന് മാനിപ്പുലേറ്റ് ചെയ്താലും നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക, കിച്ചുവിന് നിങ്ങളെ കാണണം. ഈ ഒരു വ്യക്തിയല്ല, ഇനി ആരവനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണെങ്കിലും അവന് നിങ്ങളെ ഫേസ് ചെയ്യണം. അതുകൊണ്ട് അവൻ ആ പറയുന്നത് എന്താണ്, അവൻ വളരെയധികം ആലോചിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു നടപ്പ് കാരണോ പറയുന്നത്. അവൻ പറയുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് പറയൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവർ ആ ഒരു വീഡിയോ ആയിട്ട് പോയി പിന്നെ ഇനി അവർ വരത്തില്ല, അതിൻ്റെ മണ്ടത്തരം മനസ്സിലാക്കിയെന്ന്. ആദ്യത്തെ വീഡിയോയിലും ആത്മഹത്യ എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു കേസെടുക്കാം. രണ്ടാമത് ഒരു ഭീഷണിയായിട്ടാണ് പറയുന്നത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞങ്ങൾക്ക് ആർക്കും ഒന്നും കേൾക്കുകയും വേണ്ട, കാണുകയും വേണ്ട, നിങ്ങൾ മിണ്ടാതിരുന്നാൽ. ഇനി നിങ്ങൾ നല്ലവളാവാൻ വേണ്ടി വന്നിരുന്ന സമൂഹ മാധ്യമത്തിൽ വല്ലതും പറഞ്ഞാൽ അതിലെടുത്ത് റിയാക്ട് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യും. കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കണ്ടന്റാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു കണ്ടന്റാണ്. ഇനി ഇതുപോലുള്ളൊരു വീഡിയോ മണ്ടത്തരമായിട്ട് രേണു വരരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് വേറെ രേണുവിൻ്റെ വീഡിയോ ഇടേണ്ടി വരരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഈ കണ്ട ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി.